ഹായ് ഫ്രണ്ട്സ്, സഫാരി കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വാഹന വിശേഷമായിട്ടൊരു 10-15 ദിവസമായി നമ്മുടെ ചാനലിൽ വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ഒരു 10-50 വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 50ഓളം വാഹനത്തിൻ്റെ അടുത്ത് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ചെറിയ വിലൻ്റെ മുതൽ, അതായത് 1,75,000 രൂപ മുതലുള്ള വാഹനങ്ങളുണ്ട്. 1,75,000 മുതൽ 57 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അതിൽ പ്രീമിയം കാറുകളുണ്ട്, ചെറുതും വലുതും, SUV, സെഡാനും എല്ലാ വാഹനങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും നല്ലൊരു സന്ദേശം പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം, ചെറിയൊരു മോട്ടിവേഷൻ പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. നമ്മുടെ ഷോറൂമിൻ്റെ ഒരു വാളിൽ നമ്മൾ വരച്ചു വെച്ച ചിത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് ഏകദേശം 1 വർഷത്തോളമായി ഈ ചിത്രം വരച്ചിട്ട് ഇതുവരെ നമ്മൾ വീഡിയോയിലൊന്നും പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന ചെറിയൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അതായത് ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ചെറിയ കുട്ടി, ബൈക്കുകളോട് ഇഷ്ടമുള്ളൊരു കുട്ടി ബൈക്കുകളൊക്കെ വാങ്ങി കച്ചവടം ചെയ്യുന്ന ഒരു സമയമാണ് ആ ഫസ്റ്റ് വരച്ചു വെച്ചിട്ടുള്ളത്, 2-3 വാഹനങ്ങളൊക്കെ. അപ്പോൾ ആ ബൈക്ക് വീട്ടിൽ നിന്ന് വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ആ കുട്ടീൻ്റെ ഉമ്മ ആ കുട്ടിയെ സഹായിക്കുന്നതാണ് ആ കാണുന്നത്. അതിനുശേഷം ഉമ്മാനേറ്റ് ബൈക്കിൽ പോവുകയാണ്. ആ ബൈക്കിൽ ഉമ്മാനേറ്റ് യാത്ര ചെയ്യുന്ന സമയത്ത് ആ കുട്ടീൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഉമ്മാനെ ബെൻസ് കയറ്റി പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ആ കുട്ടീൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ആ ചിത്രം വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു 3 ചിത്രം നിങ്ങൾക്ക് കാണാം, കാരണം നടുവിൽ ഉമ്മ ആ കുട്ടിയെ സഹായിക്കുന്നു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുട്ടീൻ്റെ സ്വപ്നം കാണുന്നത് അവിടെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നേരെ നമ്മൾ ഇപ്പുറത്ത് വരുമ്പോഴേ ഇവിടെ ഒരു ക്വയറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഫ് യു ഗോട്ട് യുവർ മദർ പ്രയർ യു ഹാവ് ഗോട്ട് എവറിത്തിങ്. അത് നമ്മളിവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, വരച്ചും വെച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഉമ്മാൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിച്ചാൽ യു ഹാവ് ഗോട്ട് എവറിത്തിങ്, നിങ്ങൾ ഈ ലോകത്ത് എല്ലാം നേടി എന്നാണ് അതിൻ്റെ അർത്ഥം. അമ്മയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ പ്രാർത്ഥന, ഉമ്മാൻ്റെ പ്രാർത്ഥന, വാപ്പാൻ്റെ പ്രാർത്ഥനയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് എല്ലാം നേടി എന്നാണ് നമ്മളവിടെ വരച്ച് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം ആ കുട്ടി ഒരു ബെൻസ് വാങ്ങുന്നു, ആ കുട്ടി ആ ബെൻസിൽ ഉമ്മാനെ കയറ്റി പോകുന്നു. അതൊക്കെ അവിടെ ആ കാറിൽ പോകുന്ന ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു ക്വയറ്റുമാട് എഴുതിയിട്ടുണ്ട്, മദർ വാസ് യുവർ ഡോർ ടു ദിസ് ദുനിയ. അതായത് ദുനിയാവിലോട്ട് അല്ലെങ്കിൽ ഈ ലോകത്തോട്ടുള്ള ഡോറ് നമ്മുടെ മാതാവാണ്. മദർ വിൽ ബി യുവർ ഡോർ ടു ജന്ന, സ്വർഗത്തിലേക്കുള്ള ഡോറും മാതാവാണ്. ടേക്ക് കെയർ ഓഫ് ദിസ് ഡോർ, നിങ്ങൾ ആ ഡോറിനെ നന്നായി നോക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, അടിപൊളിയായിട്ട് കൊണ്ടു നടക്കണം എന്നാണ് നമ്മൾ ആ ക്വയറ്റ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കുറേ കാലമായിട്ട് നമ്മുടെ ചുമരിലുണ്ട്. വരുന്ന കസ്റ്റമറൊക്കെ ഇങ്ങനെ നോക്കി വായിച്ച് നമ്മളോട് ഇതിൻ്റെ അഭിപ്രായമൊക്കെ ചോദിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുത്തപ്പോൾ ഇതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം എല്ലാവരും നമ്മളെ വിജയരഹസ്യം എന്താണ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വിജയരഹസ്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലേറ്റവും ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ രക്ഷിതാക്കളെ പ്രാർത്ഥന ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ലോകത്തെ നമ്മൾ കുടുങ്ങൂല. അപ്പോൾ നമുക്ക് വാഹന വിശേഷത്തിലോട്ട് പോവാം. ചെറിയൊരു ഇത് പറഞ്ഞു തുടങ്ങിയതാണ്, ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇനി നമുക്ക് നേരെ വാഹന വിശേഷങ്ങൾ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പ്രീമിയം സെഗ്മെൻറ്റ് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് മെഴ്സിഡീസ് ബെൻസ് സി ക്ലാസ് ഉണ്ട്. സി ക്ലാസ് അതായത് 2012-13 കാലഘട്ടത്തിൽ വരുന്നുണ്ട്. അതിനുശേഷം വന്ന ന്യൂ ഷേപ്പിൽ വന്ന വാഹനമുണ്ട്. അതിനുശേഷം വന്ന ഇ ക്ലാസ്, ന്യൂ ഷേപ്പിലുള്ള ഇ ക്ലാസ് ഉണ്ട്, ഓൾഡ് ഷേപ്പിലുള്ള ഇ ക്ലാസ് ഉണ്ട്. അതേപോലെ ഓഡി A6 ഉണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പിലോട്ട് വരുമ്പോൾ ടൊയോട്ടൻ്റെ ഫോർച്യൂണർ പഴയ മോഡലും പുതിയ മോഡലും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ SUV ടൈപ്പിലുള്ള പ്രീമിയം വാഹനങ്ങളുണ്ട്. അതേപോലെ ലോ കിലോമീറ്ററിൽ മോഡൽ കൂടിയ വാഹനങ്ങളുണ്ട്. എല്ലാവിധ ഐറ്റംസും ഇനി ചെറിയ വിലൻ്റെ വാഹനങ്ങൾ ഒക്കെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിലേക്ക് നമ്മൾ ഒരാളിമാരെ സ്വാഗതം ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ഹഫ്സിനാനാൻ, കമോൺ. എൻ്റെ ബ്രദറാണ്, എൻ്റെ മൂന്നാമത്തെ അനിയനാണ് ഹഫ്സിനാനാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടാളുമാരാണ് ഇത് പറയുന്നത്. കാരണം ഒരാഴ്ചയായിട്ട് ഞാൻ ഷോറൂമിൽ ഉണ്ടായില്ല, ഫുള്ള് പുറത്തു കൂടിയാണ്. അപ്പോൾ ഇന്നാണ് നമ്മൾ ഷോറൂമിൽ എത്തിയത്. ചെറിയൊരു തിരക്ക് കാരണം നമ്മൾ പുറത്തായിരുന്നു, ഒരു വലിയൊരു കാര്യത്തിൻ്റെ പിന്നാലെയായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ വിജയിച്ചു. നമ്മൾ ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ പരിചയപ്പെടുത്തുമ്പോൾ
ചില വാഹനങ്ങളുടെ കിലോമീറ്ററും ഓണർഷിപ്പൊക്കെ ചിലപ്പോൾ എൻ്റെ മൈൻഡിൽ നിന്ന് പോയിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹബ്സിനെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എല്ലാ വണ്ടികളും പെട്ടെന്ന് ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് എല്ലാ വണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോ വണ്ടിയുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നില്ല. മോഡൽ ഡീറ്റെയിൽസ്, കിലോമീറ്റർ, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോവാം. നമ്മളെ ചാനലിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് എന്തായാലും നമ്മൾ കൊണ്ടുവരും. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ വരും. വീഡിയോസിൽ സിംഗിൾ റിവ്യൂസൊക്കെ ആയിട്ട് വിൽക്കാനുള്ള വാഹനങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സംഭവമൊക്കെ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്ന് ഈ ടൊയോട്ട ഫോർച്യൂണറിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയാലോ. അതിലുപരി ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടോളി. ലോകത്ത് കിട്ടാത്ത വിലക്ക് ഓഫർ പ്രൈസിൽ നമ്മൾ ഈ വീഡിയോയിൽ ഒന്നല്ല 3 എണ്ണം കൊടുക്കാം. 3 വണ്ടി, ഒരു പ്രീമിയം കാറും തരാം, ചെറിയ വിലൻ്റെ ഒരു വാഹനം തരാം, വേറെ വണ്ടിയും തരാം. 3 വണ്ടി ഏറ്റവും ടോപ്പ് ഓഫറിൽ സംഭവമാണ്. കാരണം ഏകദേശം 10-15 ദിവസമായിട്ട് നമ്മൾ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന വീഡിയോ ആണ്. ഉപകാരപ്പെട്ടെ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓഫറിലും വണ്ടി ഉണ്ട്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ കണ്ടോളൂ കേട്ടോ. ഉപകാരപ്പെടും എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടും. നമ്മൾ വെറുതെ ഒന്നും പറയാറില്ല, കഴിയുന്നതേ പറയാറുള്ളൂ, പറയുന്നത് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കമൻറ്റ് ഇട്ട ആൾക്കാർക്ക് സമ്മാനം കൊടുക്കാണ്ട് അത് തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ കൊടുക്കും. അത് ആ റേഞ്ച് റോവറിൻ്റെ വീഡിയോയിൽ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കാർക്ക് സമ്മാനം ഉണ്ട്. ആ ആളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അധികം വൈകാതെ നിങ്ങളെ പരിചയപ്പെടുത്തും. അപ്പോൾ നമ്മൾ ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ വണ്ടിയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് മക്കളെ ഫോർച്യൂണർ. 2017 വന്ന ന്യൂ ഷേപ്പിൽ വന്ന ഫോർച്യൂണറാണ് ഈ കാണുന്നത്. അതായത് നമുക്കറിയാം 2009 ടൊയോട്ട ആദ്യമായിട്ട് ഫോർച്യൂണർ നമുക്കിവിടെ വരുന്നത്. അത് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമായിരുന്നു പുറത്തിറങ്ങിയത്. 9, 10, 11 വരെ 4x4 മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഒരേ ഒരു ഓപ്ഷനാണ് വന്നത്. അതിനുശേഷം 2012 ഫേസ് ലിഫ്റ്റ് വന്ന ഒരു മോഡൽ ഇവിടെ ഉണ്ട്. അത് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. അപ്പോഴാണ് നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻക്ക് ഫോർച്യൂണർ വന്നത്. 12, 13, 14, 15, 16 വരെ ഒരേ ഷേപ്പിൽ വന്നു. അതിൽ മാനുവലും വന്നു, ഓട്ടോമാറ്റിക്കും വന്നു, ഓട്ടോമാറ്റിക് 4 വീൽ വന്നു, 4 വീൽ ഡ്രൈവ് ഇല്ലാത്ത വന്നു, ഒക്കെ വന്ന് ആ ഒരു ഓപ്ഷനിൽ വന്ന് നിന്നതിന് ശേഷം ഇറങ്ങിയൊരു മുതലാണ് ഈ ഒരു വാഹനം 2017 ഫോർച്യൂണർ. ഇത് നിങ്ങളോട് പറയാം, മാർക്കറ്റിൽ അത്രത്തോളം വിറ്റഴിക്കപ്പെട്ടൊരു മോഡലാണ്. നല്ല റീസെയിൽ മാർക്കറ്റിലൊരു മോഡലാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്നൊരു മോഡലാണ്. ഈ റീസെയിൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 19 ലക്ഷം രൂപേൻ്റെ അടുത്ത് മുകളിൽ ഇപ്പോൾ ഈ വണ്ടിക്ക് വില വന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് വണ്ടിക്ക് നല്ല റീസെയിൽ വാല്യൂ ആണ്. ഈ ഒരു വാഹനം 2 വീൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മൈലേജ് ഉണ്ടാവും കേട്ടോ. മൈലേജ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും പറ്റും. ഇപ്പോൾ ഈ ഒരു വാഹനം തന്നെ മാർക്കറ്റിൽ 33 ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിയാണ്. ഇത് നമ്മൾ ഫൈനൽ കൊടുക്കുന്നത് 29,90,000 രൂപക്കാണ് ഫൈനൽ കൊടുക്കുന്നത്. ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ 2017 മോഡലിൽ വന്ന ടൊയോട്ട ഫോർച്യൂണർ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 29,90,000 രൂപ ഒരു ഡീലർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് വന്നിട്ടുള്ളത് 3ാമത്തെ ഓണർഷിപ്പാണ്. ഡീലർ പ്രൈസിലാണ് ഈ വണ്ടി നമ്മൾ കൊടുക്കുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം. നല്ല അടിപൊളി 4 ടയർ പുതിയത് കാര്യങ്ങളൊക്കെ അല്ലേ, നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ആദ്യം വരുന്ന ആൾക്കാർക്ക് കിട്ടും. നമ്മൾ ഓഫറിൽ ഇടുമ്പോൾ തീർച്ചയായിട്ടും കുറേ ആൾക്കാർ വന്ന് മടങ്ങലുണ്ട്. ഒരേ ഒരു വണ്ടി നമ്മൾക്ക് സ്റ്റോക്കുള്ളൂ. അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് Audi Q5. ഇതിന്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് അസിമോൻ പറയുന്നതാണ്. 2014 മോഡല് Audi Q5 ക്വാട്രോ 4 വീൽ ഡ്രൈവ് വരുന്ന വണ്ടി. നമുക്ക് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആണ്. നമുക്ക് NOC പ്രൈസ് ഫൈനൽ 10,90,000. 10,90,000 രൂപക്ക് ഒരു കിടിലം Audi Q5 2014 മോഡലാട്ടോ. 10, 11, 12 മോഡലല്ല, 2014 മോഡല് Q5 ആണ്. ഇതിൻ്റെയൊക്കെ പുതിയ വില കേട്ടാൽ നമ്മൾ നെട്ടിപ്പോകും. പ്രൈസ് വരുന്ന ഇപ്പോൾ വരുന്ന വണ്ടിയാണ്. അന്ന് തന്നെ 55-60 ലക്ഷം രൂപയോളം വില വന്നിരുന്ന വണ്ടി. അന്ന് ടയറും അലവിയിലിട്ട പൈസക്കാണ് ഇപ്പോൾ വണ്ടി കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാം. അടിപൊളി കണ്ടീഷൻ ആട്ടോ. എഞ്ചിനും മെക്കാനിക്കലൊക്കെ സൂപ്പർ കണ്ടീഷനുള്ള വണ്ടിയാണ്. ഇത് തീർച്ചയായിട്ടും എടുക്കുന്ന ആളുകൾക്ക് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്താൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വണ്ടി പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. ഇത് ML ആണ്. 2012 മോഡലിൽ വന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വന്ന ML 350 ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു വാഹനമാണ് ഈ ഒരു വാഹനം. അപ്പോൾ ഇത് 2012 വന്ന ML ആണ്. 12 തന്നെ ഷേപ്പ് മാറിയിട്ട് ന്യൂ ഷേപ്പും വരുന്നുണ്ട്. ഇത് 350 അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള ഒരു വണ്ടി തന്നെയാണ്. ഇപ്പോൾ ഈ ML 2012 ഷേപ്പ് മാറുമ്പോൾ ഹെഡ്ലൈറ്റ്, ബമ്പർ, ബോണറ്റൊക്കെ ഷേപ്പ് മാറുന്നുണ്ട്. ഇത് ന്യൂ ഷേപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ 7 സീറ്റ് വരുമ്പോൾ നമ്മൾ നേരെ GL വരും. അപ്പോൾ ഇതാണ് GL 350.
2014 മോഡലിൽ വരുന്ന GL 350. ഒരു കൊല കൊമ്പൻ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ് GL 350. അപ്പോൾ ഈ ഒരു GL 350 വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് കമ്പനി ജെന്യൂൻ സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ, മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കിഡിലെ വാഹനം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആശുമ പെട്ടെന്ന് പറഞ്ഞു. 14 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 1,40,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി വണ്ടി. വില പ്രൈസ് പറഞ്ഞോ? 34,50,000 34,50,000 രൂപക്ക് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലെ വണ്ടിയാണ്. ഇത് കിലോമീറ്റർ ഓടിയെന്ന് എഴുതിയിട്ട് നിങ്ങൾ പേടിക്കണ്ട. അത്യാവശ്യം നല്ല മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ഷോറൂമിൽ നിന്ന് കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇത്തരം വാഹനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് അത് പ്രത്യേകം പറയണം. കാരണം വീഡിയോയിൽ പറയാം, ഇപ്പോൾ ഈ 35 ലക്ഷം ഒരു ഫോർച്യൂണറിൻ്റെ പൈസക്ക് GL 350 വാങ്ങിക്കാൻ പറ്റും. ഫോർച്യൂണർ ഓൺ റോഡ് 50 ലക്ഷം റുപ്യ ഉള്ളൂ. ഓൺ റോഡ് 1,40 ലക്ഷം. ഇപ്പോൾ GLSന് വില വരുന്നുണ്ട്. അന്ന് 97-98 ലക്ഷം റുപ്യ 2014 വിലയുള്ള വണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ പ്രൈസിന് വാങ്ങുന്നത്. ഇത് എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മെയിൻ്റനൻസ് വരും. പക്ഷേ ഇതിൽ ഉപയോഗിക്കുന്നതും അത് ഉപയോഗിക്കുന്നതും രണ്ട് ഫീലാണ്. ഓരോരുത്തർക്ക് ഓരോ പർപ്പസാണ്. അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാൻ പറ്റും. ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ രാജാവിനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാഹനം സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ലോ കിലോമീറ്ററോടെ ജീപ്പ് മെറിഡിയൻ. ഇത് ജീപ്പ് കോമ്പസിൻ്റെ ഇനത്തിൽ നിങ്ങൾ പെടുത്തേണ്ട. ഇതിൻ്റെ നീളത്തിലാണെങ്കിലും വലുപ്പത്തിലാണെങ്കിലും പവറിലാണെങ്കിലും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു 7 സീറ്റർ വാഹനമാണ് ജീപ്പ് മെറിഡിയൻ. ഒരു 6,000 കിലോമീറ്റർ 23 മോഡൽ 6ആം മാസം. ഒരു കൊല്ലം നിലവിൽ വണ്ടി ആയിട്ടില്ല. കൊല്ലം ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും. പുതിയ വണ്ടിക്ക് ഇപ്പൊ നിലവിൽ 48 ലക്ഷം റുപ്യന്റെ മുകളിൽ വണ്ടിക്ക് നിലവിൽ ഇപ്പൊ വില ഉണ്ട്. അതായത് ഈ വണ്ടി നമ്മൾ ഫൈനൽ കൊടുക്കണം 39,50,000 റുപ്യ. അപ്പൊ അത്രത്തോളം ഡിപ്രിസിയേഷൻ വരുന്നത് വെറും 6,000 കിലോമീറ്ററിനാണ്. ഒരു വർഷം തികഞ്ഞിട്ടില്ല. നിങ്ങൾ ഷോറൂമിൽ പോയി പുതിയ വണ്ടി എങ്ങനെയാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ കൈക്ക് തരാൻ പറ്റിയ ജീപ്പ് മെറിഡിയൻ കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ വണ്ടി സെപ്പറേറ്റ് സിംഗിൾ കാണിക്കേണ്ട ഒരു മുതലാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒരു കിടുക്കാച്ചി ലുക്കാണ്. നമ്മളെ പിന്നെ GLൻ്റെ GL 63 AMGൻ്റെ ഒക്കെ ഇൻറ്റീരിയറിൻ്റെ പോലെ ആ കോഫി കളർ വരുന്ന ഇൻറ്റീരിയറിൻ്റെ കളർ വരുന്ന ഒരു വണ്ടിയാണ് ഇത് വണ്ടി. അടുത്തായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു 2013 മോഡൽ ടൊയോട്ട ഫോർച്യൂണർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഇത് കേരള രജിസ്ട്രേഷനിലുള്ള ലൈഫ് ടാക്സ് കാര്യങ്ങളൊക്കെ അല്ലേ ഒരു കിടിലം വണ്ടി ഓട്ടോമാറ്റിക്. ഇതിന് പ്രശ്നമുണ്ട്, മെയിൻ ഗ്ലാസ് മാറിയിരിക്കണു അല്ലേ, ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. പക്ഷേ 2013 ഗ്ലാസ് തന്നെയാണ് ഇതിമുള്ളത്. പക്ഷെ നമ്മൾ പറയുന്നു ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ചിലപ്പോൾ ചിലവരെല്ലാവരും വന്ന ഗ്ലാസ്സും അങ്ങനെ തോണ്ടും, ഇത് 13 ഇത് 13 അത് 13 ഒക്കെ 13 സംഭവം റീപ്ലേസ് ഇല്ലാറ്. പക്ഷേ ഇത് ഗ്ലാസ് 13 തന്നെയാണ്. ഇത് മാറിയ ഗ്ലാസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ആളുകൾക്ക് റീപ്ലേസ് ഇല്ലേ, നമ്മൾ റീപ്ലേസ് ഉണ്ട് തന്നെ പറഞ്ഞിട്ട് കാണിക്കും. പക്ഷെ ഇതിനെ സംബന്ധിച്ച് മേജർ ആക്സിഡൻ്റ് ഇല്ല. അപ്രോണ് പോവുക, ചേസ് പോവുക, തട്ടിമറിഞ്ഞ വണ്ടി കാര്യങ്ങളൊന്നും അല്ല. അതെ, ഇതിപ്പോൾ ഒരാൾ വന്നാൽ ഈ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടെന്ന് ആരും പറയില്ല. തീർച്ചയായിട്ടും ഇത് നമുക്ക് കസ്റ്റമർ വന്നപ്പോൾ തന്നെ ഈ വണ്ടി ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ജെന്യൂൻ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കണ്ടീഷനിലെ വണ്ടിയാണ്. 13,70,50,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ്. അപ്പോൾ അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ലാൻഡ് റോവർ എന്ന ബ്രാൻഡിൻ്റെ ഫ്രീ ലാൻഡർ. ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ലാൻഡ് റോവർ. കാരണം ലാൻഡ് റോവറിൻ്റെ ലക്ഷറി ബ്രാൻഡായ റേഞ്ച് റോവർ ആണെങ്കിലും ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡർ ആണെങ്കിലും അത്രത്തോളം ആളുകൾ ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ അത്രത്തോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡർ. അപ്പോൾ ഈ ലാൻഡ് റോവർ എന്നുള്ള ബാഡ്ജിങ്ങും അതേ ഇപ്പം നമ്മൾ ഡിഫൻഡറിൽ കാണിക്കുന്ന അതേ സെയിം ലോഗോ തന്നെയാണ് ഇതിമി വന്നിട്ടുള്ളത് ലാൻഡ് റോവറിൻ്റെ. പിന്നെ പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു ഷേപ്പും ആ ഒരു ബോക്സി ലുക്കൊക്കെ വന്ന് ഇത് ഓഫ് റോഡ് വാഹനം തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും. ഒരു പെർഫെക്റ്റ്ലി ദമ്മിൽ കിഡില് ലുക്കിൽ ഷേപ്പിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓടിക്കുക അത്രത്തോളം നമുക്കൊരു മാസ് ലുക്കിൽ തോന്നിക്കുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനം. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു ഇൻറ്റീരിയറാണ്. അത്യാവശ്യം ഒരു 60% ടയർ ഉണ്ട്. എൻജിനും മെക്കാനിക്കൊക്കെ വളരെ ക്ലിയറിലുള്ള ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള ഫാൻസി നമ്പറിലുള്ള 2012 മോഡൽ വണ്ടിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിന് നിങ്ങൾ കോടികൾ മുടക്കണ്ട, 50 ലക്ഷം മുടക്കണ്ട, 75 ലക്ഷം മുടക്കണ്ട, വെറും 10,90,000 രൂപക്കാണ് ഈ ഒരു വാഹനം നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു ഓഫർ പ്രൈസ് തന്നെയാണ്. താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങിക്കാം. അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് മെഴ്സിഡീസ് ബെൻസിൻ്റെ GLC 220. മെഴ്സിഡീസ് ബെൻസിൽ തന്നെ ഈ വരും കാലയളവിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു മോഡലും പാടാണ് GLC 220. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ SUVക്ക് SUV ആണ്, ഫോർമാറ്റിക് ആണ്, എല്ലാ ഓപ്ഷനും ഉള്ള ഒരു കിഡിലം മുതൽ മൈലേജും ഉണ്ട്, മെയിൻ്റനൻസും കമ്മിയാണ്. ഇൻറ്റീരിയറൊക്കെ കിഡിലെ ഇൻറ്റീരിയറാണ്. അപ്പോൾ 2019 മോഡലാട്ടോ. ഏകദേശം ഈ ഒരു മോഡലിനും 75 മുതൽ ഒരു 85 ലക്ഷം രൂപേൻ്റെ ഉള്ളിലായിട്ട് ഏകദേശം വില വന്നിരുന്ന
ഒരു മോഡൽ വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം. വേരിയന്റ് ആണ്. അതിലുപരി അത്യാവശ്യം നല്ല റീസെയിൽ മാർക്കറ്റിലൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഡിപ്രസിയേഷൻ്റെ സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 54,90,000 രൂപയാണ് പ്രൈസ് ഉദ്ദേശിക്കുന്നത്. വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ, കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കൂടുതൽ ഡിപ്രസിയേഷൻ എന്ന് കാണിക്കുന്ന ഒരു വാഹനത്തിലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മാക്സിമം ഫൈനൽ ആക്കിയിട്ടാണ് നമ്മൾ പ്രൈസ് തരുന്നത്. കാരണം അത്രത്തോളം ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഉപകാരപ്പെട്ട ഒരു വാഹനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മളോടൊപ്പം ആഗ്രഹിക്കുന്ന ആൾ തീർച്ചയായിട്ടും പോന്നോളൂ. ഇതിൽ പറ്റുന്ന വാഹനങ്ങളുണ്ടെങ്കിൽ നേരങ്ങൾ വരാം, നിങ്ങളോടൊപ്പം നമ്മളുണ്ട്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ ലാൻഡ് റോവറിൻ്റെ ലക്ഷറി ബ്രാൻഡായ റേഞ്ച് റോവറിൻ്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഇപ്പോഴും അത്യാവശ്യം നല്ല റീസെയിൽ മാർക്കറ്റിലെ റേഞ്ച് റോവർ ഇവോക്ക്. അപ്പോൾ ഈ ഇവോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൺലി 26,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. ടോപ്പ് എൻഡ് വേരിയൻറ്റ് 2016 മോഡൽ, റെഡ് ആൻഡ് ബ്ലാക്ക് കളർ, ഏറ്റവും ഹൈലൈറ്റ് കളറാണ്. കേരളത്തിൽ ഈ ഒരു വേരിയന്റ് കുറഞ്ഞ വണ്ടികളുള്ളൂ ഇറങ്ങിയിട്ടുള്ളൂ. അത്രത്തോളം, അതായത് നമ്മൾ റേഞ്ച് റോവർ അന്വേഷിക്കുമ്പോൾ 45,000 50 ലക്ഷത്തിനൊക്കെ വണ്ടികളുണ്ടാവും. പക്ഷേ ഈ ഒരു വേരിയന്റ് കിട്ടൂല. ഇത് ഡൈനാമിക്കിൽ ഇത്ര ലോ കിലോമീറ്ററിൽ വന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലല്ലോ. നമ്മുടെ ചാനലിന് ഇതിന്റെ കുറഞ്ഞ മോഡൽ ഇതിനേക്കാൾ ലോ കിലോമീറ്റർ ഓടിയ വണ്ടി ഇതിലാറെ താന്ന പ്രൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത നാളത്തെ മറ്റന്നാളത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം 40 ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള റേഞ്ച് റോവർ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു വാഹനത്തിന് പ്രൈസ് ഇട്ടത് ആസ്ക് ചെയ്യുന്ന പ്രൈസാണ് അന്ന് നമ്മൾ ചോദിച്ചത്. 46 ലക്ഷം രൂപയാണ്. നമ്മൾ മാക്സിമം കമ്മിയാക്കിയിട്ട് ലാസ്റ്റ് കൊടുക്കാനുള്ള പ്രൈസാണ് പറയുന്നത്. താല്പര്യമില്ല ബേം വന്ന് വാങ്ങിക്കോളി. 43,90,000 രൂപ. 26,000 ഓടിയ വണ്ടിയാണ് ഈ മോഡലിൽ കേരളത്തിൽ. നിങ്ങൾ അന്വേഷിച്ചോട്ടെ, അത് നമ്മൾ പറയണ്ട. അന്വേഷിച്ചോളി, കേരളത്തിൽ എവിടെ അന്വേഷിച്ചോളി. നിങ്ങൾക്ക് ഇത്ര ലോ കിലോമീറ്ററിൽ ഇത്ര വൃത്തിയിലില്ല, ഇത്ര നീറ്റിലില്ല, ഷോറൂം നീറ്റിലുള്ള വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നേരം ഇങ്ങോട്ട് വന്നോളി, നമ്മളിന്ന് എടുക്കാം. പിന്നെ ഇത് നമ്മളെ സ്വന്തം വണ്ടി അംബാസഡർ KLQ, പിന്നെ വിൻറ്റേജ് വണ്ടി 73 മോഡലാണ്. നമ്മളെ ഓൺ വെഹിക്കിളാണ്. നേരെ അപ്പുറത്ത് നടക്കുന്ന ടാറ്റ എസ്റ്റേറ്റ്. ഏതെങ്കിലും വിൻറ്റേജ് പ്രാന്തന്മാരുണ്ടെങ്കിൽ ഏകദേശം 2 വർഷത്തിനടുത്ത് നമ്മൾ കൊണ്ടുവന്ന് ഉപയോഗിച്ച വണ്ടിയാണ് ടാറ്റ എസ്റ്റേറ്റ്. ഒന്ന് മെയിൻ്റെനൻസ് ചെയ്ത് അടിപൊളിയാക്കാൻ താല്പര്യമില്ല ആളുകൾക്ക് 5 വർഷത്തിന് പുതിയ പേപ്പറൊക്കെ അല്ലേ ടാറ്റൻ്റെ എസ്റ്റേറ്റ്. റെയർ സാധനമാണ്. കിട്ടുമ്പോൾ വാങ്ങണം, വാങ്ങിക്കാൻ കരുതുമ്പോൾ ചിലപ്പോൾ കിട്ടൂല അല്ലേ, അങ്ങനത്തെ ഒരു മുതലാണ്. അപ്പോൾ ആർക്കെങ്കിലും ടാറ്റ എസ്റ്റേറ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനലാക്കി കൊടുത്താലോ. 2-2.25 നമ്മൾ പറഞ്ഞിരുന്നതാണ് 1,90,000 രൂപക്ക്. അതിനൊക്കെ സത്യത്തിൽ നമുക്ക് നഷ്ടം പറ്റും കേട്ടോ. എന്തായാലും 2-2.25 ലക്ഷം രൂപ ആ പേപ്പർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പെയിൻറ്റിങ് എടുത്തു, മെക്കാനിക് എടുത്തു. അത്യാവശ്യം നല്ല വിലയുള്ള വണ്ടിയാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി, ശരിയായിക്കോളി, ഉപയോഗിച്ചോളി. ടാറ്റ എസ്റ്റേറ്റ് റയർ വണ്ടിയാണ്, എപ്പോഴും കിട്ടൂല. ഒരു സ്റ്റേഷൻ വാഗൺ ലുക്കിൽ വണ്ടി കിട്ടിയത്. സ്റ്റേഷൻ വാഗൺ ആണ്, അത്യാവശ്യം നല്ല നീളം വലുപ്പമുള്ള ഒരു മാസ് വണ്ടി. പിന്നെ ഇത് 4 വീൽ വെഹിക്കിൾസ് ആണ്. ജീപ്പുകളൊക്കെ വരുന്നത് DAയും 540 ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഉൾപ്പെടുത്താം. ഇത് ഇന്ന് വന്ന വണ്ടികളാണ്. ഇത് നമുക്കൊരു സുഹൃത്ത് പാർക്ക് ആൻഡ് സെയിലിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കൺഫേം ആക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് പറയാത്തത്. ഇന്ന് വന്നിട്ടുള്ളൂ. കാരണം നമ്മൾ ഈ വണ്ടിയൊക്കെ ഒന്ന് ഓട്ടി അതിൻ്റെ മെക്കാനിക്ക് എങ്ങനെയുണ്ട്, പേപ്പർ എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെ പരിചയപ്പെടുത്താം. നമുക്ക് വിശ്വസിക്കാൻ പറ്റി നമ്മൾ സുഹൃത്ത് തന്നെ നിർത്തിയതായതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്തോളൂ. അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് വന്ന Audi A4 ആണ്. കഴുകിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നേരെ വന്ന് ഇപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, നമ്മൾ ഇവിടുന്ന് കയറി വരുന്നത്. അപ്പോൾ അവിടെ തന്നെ കൊടുന്ന് നിർത്തിയതാണ്. Audi A4 2013 മോഡൽ, 75,000 കിലോമീറ്റർ. ഫ്രണ്ടത്തെ ഗ്ലാസ് റീപ്ലേസ്, വേറെ അപാകതകളും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല മെക്കാനിക് കണ്ടീഷനും കാര്യങ്ങളൊക്കെ അല്ലേ, അടിപൊളി വണ്ടി. ഇതൊരു നമുക്കൊരു വിലപ്പാകത്തിൽ തന്നെ ഇത് കൊടുക്കാൻ പറ്റും. 13 മോഡൽ വാഹനമാണ്. ഒരു 11,70,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലാക്കി നിങ്ങളെ പേരിൽ നമ്മൾ മാറ്റിത്തരും. നിങ്ങളെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട പണിയുള്ളൂ. കാരണം ലൈഫ് ടാക്സോ കാര്യങ്ങളോ ഒന്നും അടക്കേണ്ട ആവശ്യമില്ല. കാക്ക പോകുന്നുള്ളൂ, നിങ്ങൾ പോയിക്കോ. 11,70,75,000 രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടി. അപ്പോൾ അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ Audi A4 ഇങ്ങനെ നോക്കണ്ടല്ലോ, നല്ല ഷേപ്പില്ല വണ്ടിയാണ്. ഇതൊന്നും സർവീസ് ചെയ്തിട്ട് വീഡിയോയിൽ തന്നെ കാണിക്കാൻ ചെയ്തിട്ടില്ല. അടുത്തതായി ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു വണ്ടിയാണ് വോൾസ്വാഗൻ്റെ പോളോ. കാരണം വോൾസ്വാഗൻ്റെ പോളോ എന്ന് പറയുമ്പോൾ 1,90,000 നമ്മൾ വണ്ടി വിറ്റു. കഴിഞ്ഞ ദിവസങ്ങളിൽ 11 ലക്ഷത്തിന് നമ്മൾ വണ്ടി വിറ്റു. അപ്പോൾ പോളോൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരേ ഷേപ്പിൽ തന്നെ ഇതേപോലെ തന്നെ 2 ലക്ഷത്തിനും വണ്ടിയുണ്ട്, 11 ലക്ഷത്തിനും വണ്ടിയുണ്ട്. അപ്പോൾ അത് GT ഫുൾ ഓപ്ഷൻ വണ്ടിയായിരുന്നു. ഈ ഒരു വാഹനം 2019 മോഡലാണ്.
കംഫർട്ട് ലൈൻ മോഡൽ കംഫർട്ട് ലൈൻ 1 ലിറ്ററിൽ 3 സിലിണ്ടർ വരുന്ന വണ്ടി. 3 സിലിണ്ടർ 19 ശേഷം 1 ലിറ്റർ എഞ്ചിന് ഫസ്റ്റ് വന്ന വണ്ടി 19. അതുകൊണ്ട് തന്നെ 19 മോഡലാണ് എഴുതിയിട്ട് ഇതിന് 8 ലക്ഷം 9 ലക്ഷം ഒന്നും വിലല്ല. ആ GT ആണെങ്കിൽ ഒരു 10 ലക്ഷത്തിൽ കുറച്ച് ഈ വണ്ടി കിട്ടൂല. ഇത് അടിപൊളി അലൈവിലും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും. നല്ല വൃത്തിയിലുള്ള ഈ ഒരു വണ്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് പ്രൈസ് 6,75,000 രൂപ ഫൈനൽ റേറ്റ്. 6,75,000 രൂപക്ക് നിങ്ങൾ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കിടിലം വണ്ടിട്ടോ. ലോ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ ഇതിൻ്റെ ഹൈലൈറ്റ് ആണ്. മോഡൽ ഇതിൻ്റെ ഹൈലൈറ്റ് ആണ്. ഇനി കാണിക്കാൻ പോകുന്നതാണ് 2 ഇരട്ട കുട്ടികൾ, ടിൻസാണ് അല്ലേ? പക്ഷേ രണ്ടിലും 2 വലിയ വ്യത്യാസങ്ങളാണ്. രൂപത്തിലും ഭാവത്തിലും ഒട്ടനവധി വ്യത്യാസത്തോടു കൂടിയാണ് ഈ 2 ഇരട്ട കുട്ടികളും നിൽക്കുന്നത് അല്ലേ? 2021 മോഡലാണ് 2 വണ്ടി. മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. യെസ്. പിന്നെ ഇവരെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു പ്രത്യേക കാര്യവും അവിടെ പറയാം. 2021, 22, 23 കാലഘട്ടത്തിൽ പോളോക്ക് ശേഷം വോൾസ്വാഗൻ ഒന്നിങ്ങോട്ട് അടിച്ച് മേലെ കൊടുന്നൊരു വണ്ടി കൂടിയാണ് ഈ ഒരു സാധനം. ഒട്ടനവധി വാഹനങ്ങളാണ് വോൾസ്വാഗൻ ഇത് വിറ്റഴിക്കപ്പെട്ടത്. കാരണം ഒരു ക്രോസ് ഓവർ SUV ലുക്കിൽ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, ഒരു സ്പെഷ്യൽ എഡിഷൻ കളറിൽ ഒട്ടനവധി ഓപ്ഷൻസ്, സൺറൂഫ് വരെ വരുന്ന കിഡിലം വേരിയൻറ്റുകൾ ഓപ്ഷൻസൊക്കെ വരുന്ന ഒരു വാഹനം അല്ലേ? അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകളാണ് ഈ ഒരു വാഹനത്തിന് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ആണ് എല്ലാവർക്കും വോൾസ്വാഗനെ പേടി ഉണ്ടാവുക. പക്ഷേ ഇതിന് 5 വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ എല്ലാം കമ്പനി തന്നെ കൊടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഒന്ന് GT+ ഉണ്ട്, ഒന്ന് 1 ലിറ്റർ ഉണ്ട്. ഇത് 1 ലിറ്റർ. അപ്പോൾ അസിമോൻ ഒന്ന് പെട്ടെന്ന് ഓടിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു. 2021 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. അത് മാനുവലിൽ 1 ലിറ്റർ വരുന്ന വണ്ടിയാണ്. അത് കിലോമീറ്റർ 34,000 കിലോമീറ്റർ. അത് റേറ്റ് ഫൈനൽ 13,90,000 രൂപ. 13,90,000 കേട്ടോ. 20 ലക്ഷത്തിന്റെ മേലെ ഓൺ റോഡ് പ്രൈസ് ഉണ്ടായിരുന്ന വണ്ടിയാണ്. വലിയൊരു ഡിപ്രസിയേഷനിലാണ് ഈ വണ്ടി കൊടുക്കുന്നത്. എന്താ മാനുവലിന് ഏകദേശം 20 ലക്ഷം രൂപയുടെ അടുത്ത് അന്ന് വില ഉണ്ട്. അപ്പം നിങ്ങളൊരു 10-15 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ ഒരു പുതിയ വണ്ടി എടുക്കാൻ ഏതെങ്കിലും ഒരു ബ്രാൻഡ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്ഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാവിധ കാര്യങ്ങളും പഠിച്ചിട്ട് എടുത്തോളൂ. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസിൽ ഇത് ഉപകാരപ്പെടും. ഇതിൻ്റെ ഇൻറ്റീരിയർ പറഞ്ഞാൽ കാണാൻ മാത്രമുണ്ട്. അത്യാവശ്യം നല്ല ക്യൂട്ട് ലുക്കാണ്. സ്റ്റിയറിംഗ് ആണെങ്കിലും ഇതിൻ്റെ ഡാഷ്ബോർഡ് ആണെങ്കിലും സീറ്റ് ആണെങ്കിലും എല്ലാവിധ ഓപ്ഷൻസും. 2 വണ്ടിക്കും സൺറൂഫ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഈ ഒരു 13,90 ഈ ഒരു 1 ലിറ്റർ മാനുവൽ വാങ്ങിക്കാൻ പറ്റും. നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്ന് എൻജിൻ തന്നെ മാറി. 1.5 പ്ലസ് ഏറ്റവും ടോപ്പ് 24 ലക്ഷം രൂപയാണ് മേലെ അന്ന് വില ഉണ്ടായിരുന്ന വണ്ടി. 24ന്റെ മേലെ അന്ന് വില ഉണ്ടായിരുന്ന വണ്ടിക്ക് ഇപ്പൊ എത്ര വില? 16,90,000 രൂപ. അപ്പൊ അത്രത്തോളം ഡിപ്രസിയേഷനിലാണ് ഈ ഒരു 24,000 കിലോമീറ്റർ. പിന്നെ എല്ലാവർക്കും നമ്മളൊരു സാധാരണ ലെവലിൽ വോൾസ്വാഗന് സ്കോഡ എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടാവും. ജസ്റ്റ് ഇതിനെപ്പറ്റി നിങ്ങളൊന്ന് പഠിച്ചോളി. നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ സേഫ്റ്റിക്ക് സേഫ്റ്റി, ഡ്രൈവിംഗ് കംഫർട്ട്, എല്ലാവിധ ഓപ്ഷൻസും. ചിലപ്പോൾ വിൽക്കുമ്പോൾ റീസെയിൽ മാർക്കറ്റിൽ ചെറിയ ഡിപ്രസിയേഷൻ മറ്റു മാരുതിൻ്റെയും ടൊയോട്ടൻ്റെയും ബ്രാൻഡിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് പൈസ പോവും. അതും നമ്മൾ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കണ മാറി ഉണ്ടാവും. എല്ലാവിധ ഓപ്ഷനും ഉണ്ടാവും. പവർഫുൾ കാരണം ഒരു ലക്ഷറി ബ്രാൻഡ് ഉപയോഗിക്കണ പോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് GT ആണ്. ഇതിലും ഈ പറഞ്ഞ ഓപ്ഷൻസ് വേരിയൻ്റൊക്കെ വരുന്നുണ്ട്. ഇതിൽ എഞ്ചിനൊക്കെ വ്യത്യാസമുണ്ട്. ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കിഡിലും മുതലാണ്. പവർഫുൾ വണ്ടിയാണ്. ഇതേ ഇനത്തിൽ വരുന്ന ഒരു കുടുംബത്തിൽ വരുന്ന വണ്ടി തന്നെയാണ് സ്കോഡൻ്റെ കുഷാക്ക്. ഇവലേറ്റ് കട പിടിക്കാൻ ആരടാ വെച്ചാൽ ഞാനടാ എന്ന് പറഞ്ഞിട്ട് തന്നെ കുഷാക്ക് പുറത്തിറക്കിയാണ്. കുഷാക്കും മോശക്കാരനല്ല, അടിപൊളി വണ്ടിയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറും ഇതിനും സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതേ SUV ലുക്കിൽ തന്നെ ഈ 3 വണ്ടി കടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ വില പറഞ്ഞു. 2021 മോഡൽ 22 രജിസ്ട്രേഷൻ മാനുവൽ 1.5 1.5 ആണ്. പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഓഫർ ആക്കിയിട്ടാട്ടോ പ്രൈസ് ഇടുന്നത്. നമ്മൾ പ്രൈസ് പറഞ്ഞോ 14,65,000. അതെ, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. ഇത്രയും ലോ കിലോമീറ്ററിൽ ഇത്രത്തോളം മോഡൽ വന്ന വണ്ടിയാണ്. 34,000 കിലോമീറ്റർ ലാസ്റ്റ് സർവീസ് സ്കോഡയിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ് ഈ ആഴ്ചയിൽ തന്നെ കഴിഞ്ഞു വന്ന സർവീസ്. ഈ ഒരു മുതൽ മെഴ്സിഡീസ് ബെൻസിന്റെ R350 7 സീറ്റർ എവിടുന്നും കിട്ടൂല. റയർ പീസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിട്ടുമ്പോൾ വാങ്ങണം കരുതുമ്പോൾ കിട്ടൂല. അപ്പോൾ ഈ ഒരു വണ്ടി എന്തിനാ നടുവിലിട്ടിരിക്കണം അറിയാം. നിങ്ങൾക്ക് ഇങ്ങനെ റാട്ടാണ്ട് നടുവിലിട്ടിരിക്കണ്. ഇതിന് ഓഫറുണ്ട്. ഒരു ഓഫർ പ്രൈസിലാണ് തരാൻ പോകുന്നത്. ഒരു പ്രീമിയം സെഗ്മെൻറ്റിലെ ഒരു മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു SUV അല്ലെങ്കിൽ ഒരു 7 ആൾക്ക് പോകാൻ പറ്റിയ ഒരു ഭീകരനെ വാങ്ങാൻ ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേഗം വന്ന് വാങ്ങിക്കോളി. ഇത് നമ്മളൊരു ഓഫറിലാണ്. നമ്മളെ പൂച്ചക്കുട്ടിയാണ് പോകുന്നത് കേട്ടോ. ഓഫർ പ്രൈസിലാണ് തരാൻ പോകുന്നത്. ഈ ഒരു വണ്ടി മുന്നേ നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തതാണ്. സിൽവർ കളറിലേന് ഈ വണ്ടി. കാരണം അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലുണ്ടാവും, ജസ്റ്റ് കാണിക്കാം.
അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് മാറ്റിയതാണ്. ഈ കളറൊക്കെ മാറ്റി അതേപോലെ കിഡിലെ ലുക്ക് ബ്ലൂ കളറൊക്കെ കൊടുന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നത് അടിപൊളി V6 ഇഞ്ചനാണ്, 350 ആണ്. ഓടിക്കാൻ നല്ല പവർ. അതേപോലെ ഇതിൽ പിന്നെ ബാക്ക് വാങ്ങുകൊണ്ട് എയർ സസ്പെൻഷനൊക്കെ വരുന്ന വണ്ടിയാണ്, ഫ്രണ്ടിലില്ല. അപ്പോൾ ഈ ഒരു വണ്ടിനെ പറ്റി നിങ്ങൾ പഠിച്ച് അന്വേഷിക്കുമ്പോഴേ ഈ വണ്ടി റോട്ട് കൂടി വരുന്ന കാണുന്നത് ഭീകര ലുക്കാണ്, നല്ല വീതിയും വലുപ്പത്തിലും. ഒരു എസ് ക്ലാസിന്റെ നീളം GL 350ന്റെ എഞ്ചിനാണ് വരുന്നത്. അതേ വലുപ്പവും നീളവും വീതിയൊക്കെ ഉണ്ട്. ആ ഒരു പൊളപ്പില്ല എന്നുള്ളൂ. ഇതിന്റെ പ്രൈസ് കേട്ടാ നിങ്ങൾ കിട്ടും. ഇത് ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. ഫൈനൽ പറഞ്ഞു കൊടുത്താ ഏറ്റവും ഫൈനൽ പ്രൈസ് 10,90,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്, 3ാമത്തെ ഓണർഷിപ്പാണ്. നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കി മെക്കാനിക്കിനെ കാണിച്ച് ചെക്ക് ചെയ്ത് എല്ലാ ഭാഗവും നോക്കിയിട്ട് എടുത്താൽ മതി. ചെറിയൊരു പ്രൈസിലാണ് നിങ്ങൾക്ക് 20,000 കിലോമീറ്റർ. ചെറിയൊരു പ്രൈസിലാണ് ഇത്രയും ഒരു ഭീകര വാഹനം സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന മെഴ്സിഡീസ് ബെൻസിൻ്റെ ഈ ഒരു വാഹനം വാങ്ങിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഈ ഒരു വില പറയുമ്പോഴേക്കാണ് നിങ്ങൾക്ക് ഇതിന് ഇത്ര വില ഉള്ളൂ എന്ന് അറിയുന്നത്. ഒരു 20% ആൾക്കാർ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ അപ്പോഴൊരു 14-15 ലക്ഷം റുപ്യ മാർക്കറ്റ് വാല്യൂ ഇല്ല വണ്ടിയല്ലേ. റയർ വണ്ടിയാണ്. ഒരു 10-15 ലക്ഷം റുപ്യ മാർക്കറ്റിലുണ്ട്. നമ്മളത് ഉപയോഗിക്കുമ്പോൾ ഒരു 10-50 ലക്ഷം റുപ്യൻ്റെ വാല്യൂ ഉണ്ടാവും. അപ്പോൾ അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ടാറ്റൻ്റെ കൊല കൊമ്പനാണ്, ടാറ്റ സഫാരി. സഫാരി, അതെ, നമ്മളെ സഫാരി കാർസ് കൊല കൊമ്പൻ തന്നെയാണ്. ടാറ്റയിൽ ടാറ്റ സഫാരി കൊല കൊമ്പൻ തന്നെയാണ്. അപ്പോൾ ടാറ്റ സഫാരിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സഫാരി കാർസിൻ്റെ നേരെ താഴെ തന്നെ സഫാരി, ടാറ്റ സഫാരി 2 വണ്ടി. ഈ വണ്ടിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇതും നിങ്ങൾക്ക് ഓഫർ പ്രൈസ് പറഞ്ഞാൽ നമ്മൾ ഓഫർ എന്ന് വെറുതെ പറയില്ല. ഇത്രയും വണ്ടി കാണിക്കുമ്പോൾ ചില വാഹനങ്ങൾക്ക് മാത്രമേ നമ്മൾ ഓഫർ എന്ന് പറയുന്നുള്ളൂ. അത് ഓഫർ ഉണ്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു പറഞ്ഞ് ഒരു കച്ചവടത്തിന് വേണ്ടി ഓഫർ, അല്ലെങ്കിൽ അത് ഓഫർ ഇത് ഓഫർ, എല്ലാത്തിനും നമ്മൾ ഓഫർ പറയില്ല. ഓഫർ ഇല്ലെങ്കിൽ നമ്മൾ ഓഫർ എന്ന് പറയും. ഇത് നിങ്ങൾക്ക് ഓഫർ ഉണ്ട് അല്ലേ. 2022 മോഡലിൽ ടാറ്റ സഫാരി. ഒന്ന് ഡീറ്റെയിൽസ് പറഞ്ഞാൽ 2022 സഫാരി വെറും 11,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ഓപ്ഷൻ ഗോൾഡ് എഡിഷൻ വണ്ടി. ഗോൾഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇതിന്റെ ബാഡ്ജിങ്ങും ഇതിന്റെ ഗ്രില്ലിൽ വന്നോക്കാണെങ്കിൽ ഒരു ഗോൾഡ് കളർ കൊടുത്ത് ഇതിന്റെ സീറ്റിലൊക്കെ ആ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഗോൾഡ്. അതേപോലെ ആ ഡാഷ്ബോർഡിലൊക്കെ ആ ഗോൾഡ് ലൈനൊക്കെ കൊടുത്തിട്ട് 4 സീറ്റും വെന്റിലേഷൻ ഒക്കെ വരുന്ന ബ്ലാക്ക് കളറിൽ ഒരു മാസ് ലുക്ക്. ടാറ്റ സഫാരി എന്ന് പറഞ്ഞാലേ ടാറ്റൻ്റെ സർവീസിനെ പറ്റിയാണ് നെഗറ്റീവ് കേൾക്കലുള്ളൂ. അത് ചില ഷോറൂമിൽ കേട്ടോ, എല്ലായിടത്തും ഇല്ല. നമുക്ക് കസ്റ്റമർ വരുമ്പോൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലൊക്കെ ചേർന്ന വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഉപയോഗിക്കുമ്പോഴേ ശരിക്കും നമുക്ക് റേഞ്ച് റോവറിൻ്റെ ഒരു ഫീൽ കിട്ടും. ലാൻഡ് റോവറിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി ഉണ്ടാക്കുന്നത്. കാരണം അത്രത്തോളം സേഫ്റ്റി ഫീച്ചറും ഉണ്ട്. ഇപ്പോൾ ലാൻഡ് റോവറും പിന്നെ ടാറ്റയൊക്കെ ഒരേ ഓണറേറ്റാണ്, റേഞ്ച് റോവറൊക്കെ. അതിൻ്റെ ഒരു ഗുണം ടാറ്റ സഫാരിമേയും കാണുന്നുണ്ട്, വണ്ടി കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്താണെങ്കിൽ പനോരമിക് സൺറൂഫ്, ലക്ഷറി എന്ന് പറഞ്ഞാൽ ലക്ഷറി. നമ്മളെ ഓട്ടോമാറ്റിക് കീലെസ് സ്റ്റാർട്ടിങ്, അതേപോലെ ഹാൻഡ് ബ്രേക്കൊക്കെ പാർക്കിംഗ് ബ്രേക്കൊക്കെ വരുന്നത് നമ്മൾ ഓഡിയിലൊക്കെ വരുന്ന പോലത്തെ ബട്ടൺ, ഒട്ടനവധി ലക്ഷറി സെഗ്മെൻറ്റ് വരുന്ന ഈ ഒരു വാഹനം കാണാനും ഒരു മാസ് ലുക്കിലുള്ള ഈ ഒരു വാഹനമാണ്. ഏകദേശം 31 ലക്ഷം രൂപേൻ്റെ മുകളിൽ 2022 ഏകദേശം 1-2 വർഷമായിട്ടുള്ളൂ. അന്ന് വില ഉണ്ടായിരുന്നൊരു വാഹനം 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഫൈനൽ പ്രൈസ് വരുന്നത് 21,50,000 രൂപ. 21.5 ലക്ഷം രൂപയാണ് ആസ്കിക്കുന്നത്. ഇപ്പോൾ ടാറ്റ സഫാരി ഈ ഒരു ഓപ്ഷനിലെ വണ്ടി കിട്ടണമെങ്കിൽ 34 ലക്ഷം രൂപ വരും. അത് ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. ചെറിയ വ്യത്യാസം, ഗ്രില്ലും ബമ്പറൊക്കെ വ്യത്യാസമുള്ളതാണ്. ഇതിൽ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ എത്രത്തോളം ഡിപ്രസിയേഷനിൽ നിങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങാൻ പറ്റും. ഇതേ സാധനം തന്നെയാണ് ഈ ഇരട്ടക്കുട്ടി തന്നെയാണ് ഇതും. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക്, ബ്ലൂ വേണ്ടവർക്ക് ബ്ലൂ. അപ്പോൾ 2 വണ്ടി ഇവിടെ ഉണ്ട്. ഇത് മുന്നത്തെ ഓപ്ഷനിൽ മുന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൈം കളയണ്ട, അടുത്ത വണ്ടിയിലോട്ട് പോകാം. മഹീന്ദ്ര XUV W8 വരുന്ന 2013 വണ്ടി. ചെറിയൊരു പ്രൈസൊക്കെ നിങ്ങൾക്ക് ഒരു പിന്നെ SUV ഒരു 5-8 പോകാൻ പറ്റിയ അത്യാവശ്യം എല്ലാ ഓപ്ഷനും വരുന്ന ചെറിയൊരു പ്രൈസിൽ W8 ഓപ്ഷൻ വരുന്ന 5,70,50,000 രൂപക്ക് നിങ്ങൾക്ക് XUV വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് മഹീന്ദ്രൻ്റെ താർ 4 വീൽ ഡ്രൈവിൽ വരുന്ന മാനുവലിൽ വരുന്ന 2018 മോഡൽ. കിലോമീറ്റർ 45,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാഹനമാണ്. ചെറിയ ടച്ച് പോളിഷ് ചെയ്യാണ്ട് അത് നമ്മൾ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. പ്രൈസ് പറഞ്ഞു കൊടുത്തോ
8,60,000. 2018 വണ്ടി കേട്ടോ. മോഡൽ നിങ്ങൾ നോക്കണം, 45,000 ഓടിയിട്ടുള്ളൂ. ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പോൾ അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ജീപ്പ് കോമ്പസ്. ദുനിയാവ് കിട്ടാത്ത വിലയാണ്. 10,90,000 രൂപക്ക് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഡീസൽ എഞ്ചിൻ വരുന്ന കമ്പനി സർവീസിലെ റെഡ് കളറിലൊരു ജീപ്പ് കോമ്പസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. എല്ലാം പറഞ്ഞു കിലോമീറ്റർ 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി ജെന്യൂൻ സർവീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എടുക്കുന്ന ആൾക്ക് 1,00,000 കിലോമീറ്റർ 2,00,000 ഓടുന്നതിന് യാതൊരു കുഴപ്പമില്ല. സർവീസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 1,40,000 ഓടിയത് കൊണ്ട് തന്നെ അത്രത്തോളം പ്രൈസ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങിക്കാൻ. 3-3.5 ലക്ഷം രൂപ ഷോറൂം കയറ്റി വർക്ക് എടുത്ത വണ്ടി. ഇനിയിപ്പോൾ എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ വണ്ടി വന്ന് കണ്ടാൽ ഈ 1,40 ഓടിക്കണമെന്ന് ഒരാളും പറയില്ല. അത്രത്തോളം സിംഗിൾ ഓണർഷിപ്പിൽ അത്രത്തോളം സൂക്ഷ്മതയോട് ഉപയോഗിച്ച ഫാൻസി നമ്പറൊക്കെ എല്ലാവരും കിടിലൻ വണ്ടി. അത്യാവശ്യം നല്ല ബോഡി ലൈനിങ്ങും കാര്യങ്ങളും ഇൻറ്റീരിയർ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. എഞ്ചിനും മെക്കാനിക്കും ഒക്കെ ഫുള്ളാണ്. അപ്പോൾ ഇത്രത്തോളം വില കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടുന്നത്. അതെ. അപ്പോൾ നമ്മൾ കിലോമീറ്ററിൻ്റെ ഇതിമല്ല നെഗറ്റീവ് അതാണ്, അതിനനുസരിച്ചുള്ള പോസിറ്റീവ് ഇതിമുണ്ട്. സർവീസും കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് അത്രയും കമ്മിയാണ്. ഇപ്പോൾ നമ്മൾ ഓരോ വണ്ടി കാണിക്കുമ്പോഴേ പ്രൈസും അതിൻ്റെ മോഡലോ ഓണർഷിപ്പോ കിലോമീറ്ററോ നമ്മൾ മുണുങ്ങി പോണില്ല. ഫുള്ള് നിങ്ങളോട് പറഞ്ഞിട്ടാണ് നമ്മൾ തരുന്നത്. വീഡിയോയിൽ ഇതിന്റെ ലോ കിലോമീറ്റർ നമ്മൾ 14,70,000 രൂപയ്ക്കും നമ്മളിത് പറയുന്നത് എന്താ വെച്ചാൽ തെളിവ് സഹിതം നമ്മുടെ ചാനലിൽ നമ്മൾ എന്തെങ്കിലും വെറുതെ പറഞ്ഞാണ്ട് അത് ഇട്ടെറിഞ്ഞ് പോലെ. കാരണം നിങ്ങൾക്ക് അന്വേഷിക്കാം, നിങ്ങൾക്ക് വിളിക്കാം, അതിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും നമ്മൾ കൈമാറുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങിക്കുക. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് താല്പര്യമുള്ളവർ മാത്രം വാങ്ങിക്കുക. ആരും നമ്മൾ നിർബന്ധിച്ച് പിന്നാലെ കൂടുന്നില്ല. പിന്നെ വേറെ പ്രശ്നമില്ല എന്താ വെച്ചാൽ കുറേ ആളുകൾ ഇവിടെ വന്നിട്ട് ലോൺ ചോദിച്ച് മടങ്ങാറുണ്ട്. നമ്മളത് ഡൗൺ പേയ്മെൻറ്റോ അല്ലെങ്കിൽ 1,00,000 രൂപയ്ക്ക് ഇത്ര വണ്ടി കിട്ടും അല്ലെങ്കിൽ 50,000 രൂപയ്ക്ക് ഇത്ര വണ്ടി കിട്ടും എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ അത് കരുതി ഇങ്ങോട്ട് വരണ്ട. കാരണം നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കസ്റ്റമർ വന്ന് കാരണം വേറെ വീഡിയോസ് കാണുമ്പോൾ അതിൽ 1,00,000 രൂപക്കോ 2,00,000 രൂപക്കോ ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടി ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഇവിടെ ആളുകൾ വന്ന് മടങ്ങുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വണ്ടിക്കൊക്കെ ചിലപ്പോൾ ലോൺ ഇടുന്ന ആൾക്കാർക്കാണ് ചിലപ്പോൾ ഫുള്ളും കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ലോൺ ഇട്ടില്ല, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിൽ നിങ്ങളെവിടെ പോയി നിങ്ങൾക്ക് ലോൺ ഇട്ടോളൂ. ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ഇവിടെ വരിക, വണ്ടി ചെക്ക് ചെയ്യുക, കൺഫേം ആക്കുക, നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് തരിക. നിങ്ങൾ ജെന്യൂൻ ആണ്, നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റും കാര്യങ്ങളും നല്ല സ്ട്രോങ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. ഒരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വണ്ടി ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റും. നമ്മൾ ലോൺ ചെയ്യുന്നില്ല എന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കുറേ ആൾക്കാർ വിളിച്ചിട്ട് ചൂടായാലുണ്ട്, നിങ്ങൾ എന്ത് ഷോറൂമാണ്, നിങ്ങൾ അടവില്ലാതെ എന്തിനാണ് വണ്ടി വെക്കുന്നത്, എല്ലായിടത്തും അടവുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ അടവ് റെഡി ആക്കി കൊടുത്താൽ എന്നൊക്കെ ചോദിച്ചാണ്ട് നമ്മളെ രീതി ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് അതിന് കാരണം എന്താ നമ്മൾ വിശദീകരിക്കുന്നില്ല. ഇനി അത്ര നിർബന്ധമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് കിട്ടോളേ. നിങ്ങൾക്ക് വണ്ടി നമ്മൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും പ്രൈസ് നമ്മൾ ഓഫറിൽ ഇടുമ്പോൾ കുറേ ആൾക്കാർക്ക് ഉണ്ടാവും, അവർക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടാവും. നമ്മളത്തെ അടവില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കാം. അതിൻ്റെ ഒരു ഇത് നമ്മൾ ഉത്തരവാദിത്തം നമ്മൾ ഏൽക്കില്ല എന്നുള്ളൂ. അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്കോഡ റാപ്പിഡ് ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ് വണ്ടി. ഇത് എത്ര മോഡൽ? ഫുൾ ഓപ്ഷൻ 2017 സിംഗിൾ ഓണർ 1,20,000 കിലോമീറ്ററുടെ കമ്പനി റെക്കോർഡിലുണ്ട് ആ വണ്ടി. ഇതിന്റെ പ്രൈസ് പറഞ്ഞോളി. 5,90,000 രൂപ. സ്കോഡ റാപ്പിഡ് ആണ്. 5,90,000. 15-16 ലക്ഷം രൂപ മേലെ അന്ന് വിലയുള്ള വണ്ടിയാണ് ഈ ചെറിയൊരു പ്രൈസിൽ കിട്ടുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ടൊയോട്ടോ ക്യാമറി. പ്രവാസികളുടെ ഇഷ്ടമാണ് ടൊയോട്ടോ ക്യാമറി. കുറച്ച് മുന്നേ 2008 വണ്ടികൾ 3,40,000 രൂപ എന്ന് പറഞ്ഞൊരു ഓഫർ ഇട്ടിട്ട് പെട്ടെന്നാണ് വണ്ടി സെയിലായത്. ഒരുപാട് ആൾക്കാരാണ് ഇതിനെ എൻക്വയറി ചെയ്തത്. ഇതൊന്ന് പെയിന്റ് ടച്ചപ്പ് ചെയ്യാൻ കേട്ടോ. അതാണ്ടോ ബമ്പറിൽ സ്ക്രാച്ച് ഉണ്ട്, അതേപോലെ ബോഡിയിലൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അത് നമ്മൾ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി നിങ്ങൾക്ക് തരും. ഇത് 2010 മോഡലാണ്. ഇതും നമ്മളൊരു ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫർ തന്നെയാണ്. കാരണം 2008 നമ്മൾ വിറ്റ 3,50,000 ഇത് നമ്മൾ 2010 മോഡൽ ടൊയോട്ടോ ക്യാമറി പെട്രോൾ എഞ്ചിൻ വരുന്ന 10 വന്ന ഈ ഒരു ഷേപ്പിലുള്ള വണ്ടി കൊടുക്കുന്നത് 2,40,000 രൂപയ്ക്കാണ് ഓഫർ പ്രൈസ്. താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങിക്കുക. ചെറിയ ടച്ചപ്പ് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ചെറിയ വൃത്തി കമ്മിയുണ്ട്, അത് നമ്മൾ ചെയ്യും. എഞ്ചിനും മെക്കാനിക്കൊന്നും കുഴപ്പമില്ല. ബാക്കി ഒന്ന് ടച്ചപ്പ് പോളിഷ് ചെയ്താൽ നല്ല അടിപൊളി വണ്ടിയാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് വാങ്ങിക്കുക. ഇത് ടൊയോട്ടോ ക്യാമറി. ഇത് 2010 വന്ന ഷേപ്പ്. ഇനി നമ്മളെ കയ്യിൽ വരും ദിവസത്തിൽ വണ്ടി വരുന്നുണ്ട് 2000 ഹൈബ്രിഡ്. 2015 വരുന്ന ഒരു കിടുക്കാച്ചി വണ്ടി നമ്മൾക്ക് സ്റ്റോക്ക് വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ അതർ സ്റ്റേറ്റിലുള്ള വണ്ടിയാണ്. 2015 വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് മാറും, മൈലേജ് മാറും, ഓപ്ഷൻസ് മാറും, വേരിയൻറ്റ് മാറും. ഒട്ടനവധി വ്യത്യാസത്തോടു കൂടിയാണ് ആ വണ്ടി വന്നത്. 19 ലക്ഷം രൂപേൻ്റെ മേലെ ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷോറൂമിൽ വരും. 2015 ഹൈബ്രിഡ് ക്യാമറി വരുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ. അപ്പോൾ 2.5 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് ടൊയോട്ടോ ക്യാമറി ഹൈബ്രിഡ് ഉണ്ട്. അടുത്തതായി BMW എൻട്രി ലെവലിൽ വരുന്ന ഒരു SUV വാഹനം BMW X1.
രണ്ട് ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. അസിമോൻ ചാടി പെട്ടെന്ന് മോഡലും ഡീസലും 2011 മോഡല് 12 രജിസ്ട്രേഷൻ പിന്നെ ഈ ഒരു വാഹനം, അതുപോലെ 2012 മോഡൽ രണ്ടും ഒറിജിനൽ കേരള വാഹനങ്ങളാണ്. റേറ്റ് ഓഫറിൽ നമുക്ക് 7,90,000 ഈ വണ്ടി ഈ വാഹനം നമുക്ക് 8,25,000 കൊടുക്കാം. 8,25,000. അപ്പൊ ചെറിയൊരു വ്യത്യാസമുള്ളൂ. 2012 ഉണ്ട്, 11 ഉണ്ട്. BMW X1 നിങ്ങളുടെ പേർക്ക് ലൈഫ് ടാക്സ് അടക്കി രജിസ്റ്റർ ഒന്നും വേണ്ട. ഒറിജിനൽ കേരള വണ്ടി BMW നല്ല മൂന്നാമത്തെ RC ഓണർഷിപ്പ്, രണ്ടും മൂന്നാമത്തെ RC ഓണർഷിപ്പ് ആണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. ചെറിയൊരു പ്രൈസിന് BMW കിഡിലെ വണ്ടി വാങ്ങിക്കാൻ പറ്റും. ഇതൊക്കെ കണ്ട ഒരു പുതിയ വണ്ടിന്റെ ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാൻ പറ്റും. രണ്ടും നല്ല വണ്ടി തന്നെയാണ്. അടുത്തതായി നമ്മൾ ഈ ഒരു സെക്ഷനിക്ക് വരുമ്പോഴേ നേരെ ഇവിടെ തന്നെ തുടങ്ങാം. ഇവിടെ കുറച്ച് മുതലാളെ കാണിച്ചു തരാം. പേര് ഓഫറാണ്. ഈ ഓഫറേ നിങ്ങൾ മുതലാളിക്ക് പിരാന്തായോ ചോദിച്ചണ്ട, പിരാൻ തന്നെയാണ്. ശരിക്കേ നമ്മൾ അത്രത്തോളം ദിവസങ്ങളായി നമ്മൾ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണിച്ച വണ്ടികളുണ്ടല്ലോ, ഈ വണ്ടി ഒന്നുമല്ല, 10 ദിവസം കൊണ്ട് നമ്മൾ കടയിൽ കാണാൻ പോണത് വേറെ ലെവൽ സംഭവങ്ങളാണ്. അത്രത്തോളം ഓഫറിലും അത്രത്തോളം വണ്ടികളും വരാൻ പോവാണ്. മാത്രമാണ് ഇപ്പം നമ്മൾ ഇടാൻ പോണത്. 2012 മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ, C-Class 250 അവങ്കാട്, ഏറ്റവും ടോപ്പിന്റെ വരുന്ന വണ്ടി. ഈ വണ്ടിക്ക് നിങ്ങൾക്ക് 5 ദിവസം ഗ്യാരണ്ടി തരാം. അതായത് ഇനിയിപ്പോൾ നമ്മൾ ഓഫറിൽ തരികയാണ് എഴുതിയിട്ട് കംപ്ലൈൻറ്റ് ഇല്ല വണ്ടിയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങളെ കൊണ്ടുപോയിട്ട് 5 ദിവസം നിങ്ങൾക്ക് ചെക്കിങ് ഗ്യാരണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് പ്രീമിയം വണ്ടിക്ക് നമ്മൾ എടുക്കുമ്പോഴല്ലേ ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. ഏത് മെക്കാനിക്കിൻ്റെ ഇതും പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാമെന്നില്ല ഗ്യാരണ്ടിയിൽ കൊടുക്കും. ഈ വണ്ടി നിങ്ങൾ ഒരു 5 ദിവസം നിങ്ങൾക്ക് ചെക്ക് വാറണ്ടി തരാം. കാരണം എന്താ വെച്ചാൽ ഓഫർ ഇടുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് പറയും, അതെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടാണ് എന്ന് പറയും. ഇത് 2012 മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലെ മലപ്പുറം രജിസ്ട്രേഷനിലുള്ള ഈ ഒരു ഫാൻസി നമ്പറിലുള്ള നല്ല മെക്കാനിക് ക്വാളിറ്റിയിലെ ഒരു വാഹനമാണ്. അതിന് മുന്നേ ഒരു വണ്ടിമാടെ കാണിക്കുക. ഈ C-Class ഉണ്ട്, 2012 C-Class, അതേ ഷേപ്പിൽ വരുന്ന C-Class, വൈറ്റ് കളറ്, ഡൽഹി രജിസ്ട്രേഷൻ. ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ ഉണ്ട്. അതേപോലെ ഇതിന് ശേഷം വന്ന ന്യൂ ഷേപ്പിൽ വന്ന ഒരു C-Class. ഇവൻ പിന്നെ വേറെ ലെവലാട്ടോ. അത്യാവശ്യം റീസെയിലിൽ നല്ല മാർക്കറ്റിലെ 2014 ശേഷം വരുന്ന ന്യൂ ഷേപ്പ് C-Class ആണ്. ഇതും കേരള രജിസ്ട്രേഷനിലുള്ള ലൈഫ് ടാക്സ് ഒക്കെ അടച്ച മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ ഓഫറാണ് പറഞ്ഞു കൊടുത്താലേ നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ? എത്ര നമ്മൾ പറയുന്നത്? 12 ലക്ഷം പറഞ്ഞാലോ? 11 ആക്കിയാലോ? വേണ്ട, നമുക്ക് 9,80,000 തരാം. ഒറിജിനൽ 2012 മോഡൽ കേരള വാഹനം അവങ്കാട് ഫുൾ ഓപ്ഷൻ വണ്ടി. 9,80,000 ആ വണ്ടി നമുക്ക് 8,70,75,000 കൊടുക്കാം വിത്ത് NOC. അത് നിങ്ങൾക്ക് അതർ സ്റ്റേറ്റിൽ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ലൈഫ് ടാക്സ് അടച്ച്. അത് 11-12 രജിസ്റ്ററാണ്. ഇത് ഒറിജിനൽ 12 മോഡലാണ്. അപ്പോൾ 9,80,000. ഇനി ഓഫർ കൊടുക്കണോ? ഇനി വരുന്ന ആൾക്കാർക്ക് നമ്മളെ വക ചെറിയൊരു ഓഫർ വന്നിട്ടില്ലേ, ചെറിയൊരു സമ്മാനം നമുക്ക് കൊടുക്കാം അല്ലേ? അപ്പോൾ അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് C-Class തന്നെ. C-Classൻ്റെ 220 2014 ശേഷം ന്യൂ ഷേപ്പ് വന്ന വാഹനമാണ്. ഒട്ടനവധി വാഹനം വിറ്റഴിക്കപ്പെട്ടു. മൊത്തത്തിൽ മാറി. ഇതിൻ്റെ ഷേപ്പേ മാറി. വീഡിയോയിൽ കംപ്ലീറ്റ് സിംഗിളായിട്ട് തന്നെ ഈ വണ്ടി കാണിക്കുക. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണിക്കുക. അടിപൊളി വണ്ടി കേട്ടോ. നല്ല മൈലേജ്, മെയിൻ്റനൻസ് കമ്മി, നല്ല റീസെയിൽ മാർക്കറ്റും ഉണ്ട്. ക്യൂട്ട് ലുക്കുള്ള വണ്ടിയാണ്. ഈ ലുക്ക് പിന്നെ E-Class വന്ന് 17-ലാണ്, 16 ലാസ്റ്റ് 17-ലാണ് ഈ ലുക്ക് വന്നത്. ഇപ്പോൾ 2014 E-Classനെക്കാട്ടിലും വില വരും C-Classന്. അങ്ങനെ പ്രത്യേകത കൂടി C-Classനുണ്ട്. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു ഏകദേശം ഒരു മൈലേജ് പറഞ്ഞാൽ 15 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് എന്തായാലും മൈലേജ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞു കൊടുത്തോ? ഫൈനൽ 20,90,000. 20,90,000 രൂപയാണ്. മോഡൽ 2015 ആട്ടോ. 14 പറഞ്ഞോന്നൊരു സംശയം. 15 മോഡല് വണ്ടിക്കാണ് നമ്മൾ ഈ പ്രൈസ്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4ാമത്തെ ഓണർഷിപ്പാണ്. അത് ഫുള്ള് ഡീറ്റെയിൽസ് നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വില ഉൾപ്പെടുത്തിയത്. അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് മെഴ്സിഡീസ് ബെൻസിൻ്റെ E-Class വരുന്ന 250 2014 മോഡല് HR രജിസ്ട്രേഷനിൽ NOCയിൽ അടക്കുന്ന വാഹനം. നിങ്ങളുടെ പേരിൽ നമുക്ക് NOCയിൽ തരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടും തരാൻ പറ്റും. ഇത് നമുക്ക് NOCയിലുള്ള പ്രൈസ് 12,70,75,000. 12,70,75,000 രൂപക്ക് ന്യൂ ഷേപ്പിൽ വരുന്ന E-Class ആട്ടോ. ഇതാണ് ഞങ്ങൾ സിംഗിൾ ലൈറ്റിൽ വരുന്ന ഓൾഡ് ഷേപ്പിൽ വരുന്ന E-Class ഇവിടെ ഉണ്ട്. അത് നിങ്ങളെ കാണിക്കാം. ബ്ലാക്ക് വണ്ടി ആകണം, അത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ അടുത്തതായി കാണിക്കാൻ പോകുന്നത് ഇതേ മോഡലിൽ തന്നെ വന്ന കേരള രജിസ്ട്രേഷനിലുള്ള വണ്ടി. മറ്റേത് അതർ സ്റ്റേറ്റിൽ കഴിഞ്ഞു, ഇത് കേരള രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. അപ്പോൾ 2014 തന്നെ സെയിം മോഡൽ 2014 E-Class 250 1,40,000 കിലോമീറ്റർ. കിലോമീറ്റർ ഓടിയത് പേടിക്കേണ്ട, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ അടിപൊളി മെക്കാനിക്കുള്ള വണ്ടിയാണ്. ഇത് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത്
16,90,000 ഓൾറെഡി രജിസ്ട്രേഷനും 14 മോഡലാട്ടോ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണെങ്കിൽ 20 ലക്ഷം റുപ്യേൻ്റെ മേലെ വില പോകും. ഇത് കേരള രജിസ്ട്രേഷൻ തന്നെയാണ്, ലൈഫ് ടാക്സ് അടച്ച വണ്ടിയാണ്. നമ്പറായി എന്നുള്ളൊരു കാരണം കൊണ്ട് ഈ കിലോമീറ്റർ ഓടിയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരു 22-23 ലക്ഷം രൂപ ഒറിജിനൽ കേരളക്ക് വില വരും. ഇത് നിങ്ങൾ ഈ ഒരു വിലക്ക് കിട്ടിയെന്ന് എഴുതിയിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ പേടിച്ചണ്ട. അത്യാവശ്യം നല്ല കണ്ടീഷനിലെ വണ്ടി തന്നെയാണ്. ഇതാണ് നേരത്തെ നമ്മൾ കാണിച്ച 11 മോഡലിൽ 12 രജിസ്ട്രേഷനിൽ വന്ന സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന C250 DN രജിസ്ട്രേഷനാണ്. നിങ്ങളെ പേരിൽ NOC എടുത്ത് ഇവിടെ കേരള രജിസ്ട്രേഷൻ ആക്കി തരാൻ പറ്റും. ഇതും ചെറിയ പ്രൈസിൽ തന്നെ 8,75,000 രൂപക്ക് നിങ്ങൾക്ക് NOCയിൽ തരാൻ പറ്റും. അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് A4 നമ്മൾ കാണിച്ചു. ഇനി നമ്മൾ കാണിക്കുന്നതാണ് A6. ഇത് A6 എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗിൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി വണ്ടിയാട്ടോ. ഡ്രൈവിംഗ് കംഫർട്ടും ഉണ്ട്, യാത്രാ കംഫർട്ടും ഉണ്ട്, അത്യാവശ്യം വീതിയും വലിപ്പമൊക്കെ ഒരു മാസ സാധനമാണ്. 2014 മോഡലിൽ 70,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. ഇതിന്റെ പ്രൈസ് പറഞ്ഞോ? 12,90,000. 12,90,000 ഒറിജിനൽ കേരള വണ്ടി A6 ആണ്. 14 മോഡൽ. ഇതാണ് നമ്മുടെ ഓൾഡ് ഷേപ്പിൽ വരുന്ന ഈ ക്ലാസ്. 2 ഹെഡ്ലൈറ്റ് വരുന്ന മോഡലാണ്. ഇതിന്റെ മോഡലും പ്രൈസും 2011 മോഡല് ഡൽഹി HR രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് NOCയിൽ നമുക്ക് 7,25,000. അപ്പൊ ചെറിയൊരു പ്രൈസിൽ ഈ ക്ലാസ് വേണ്ടവർക്ക് ഇത് എടുക്കുക. ഇനി ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് ലിഫ്റ്റ് ചെയ്യാനും പറ്റും. ഹെഡ്ലൈറ്റും ഗ്രില്ലൊക്കെ മാറിക്കഴിഞ്ഞാൽ ഫേസ് ലിഫ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അടുത്തതായി നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഒരു വിൻറ്റേജ് വാഹനമാണ്. ഇതൊക്കെ പിന്നെ നമ്മളെ സ്റ്റോക്കുകൾ തന്നെ കേട്ടോ. അടുത്തതായി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മാരുതിൻ്റെ SSIT. ഒരു ക്യൂട്ട് ലുക്ക് വണ്ടി. 84 മോഡലിൽ വന്ന് നല്ല ഷേപ്പില്ലേ, അത്യാവശ്യം നല്ല ബോഡി ലൈനിങ് ഇല്ലേ, ഇൻറ്റീരിയറൊക്കെ ക്വാളിറ്റി ഇല്ലേ മാരുതിൻ്റെ SSIT. ഇത് മറ്റേ ഡയലോഗിലുള്ള വണ്ടിയാണ്. കിട്ടുമ്പോൾ വാങ്ങാൻ കരുതിയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു വണ്ടിയാണ്. ഇത് നമ്മൾ 2-2.25 ലക്ഷം റുപ്യക്കൊക്കെ ഇങ്ങനത്തെ വണ്ടികൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ചോദിച്ചിരുന്ന വണ്ടിയായിരുന്നു. ഇതിപ്പോൾ ഒരു ഓഫർ, വലിയ ഓഫർ ഇല്ലെങ്കിലും ചെറിയൊരു ഓഫർ, 1,90,000 രൂപക്ക് നമുക്ക് 4 വർഷത്തെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ വണ്ടികളെ പ്രത്യേകത പറഞ്ഞാൽ ഇന്നിപ്പോൾ 1,90,000 വാങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ 5 കൊല്ലം കഴിയുമ്പോഴും കൂടുന്ന മാർക്കറ്റിലുള്ള വണ്ടിയാണ്, വില കൂടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. പെട്ടെന്ന് വിൽക്കണം തോന്നിയാൽ ചിലപ്പോൾ നഷ്ടത്തിൽ വിൽക്കും വേണ്ടി വരും. പെട്ടെന്ന് വാങ്ങാൻ ആളെ കിട്ടില്ല, ആവശ്യം സംഭവിക്കണം. അതാണ് ചിലപ്പോൾ പെട്ടെന്ന് വിൽക്കണം തോന്നിക്കഴിഞ്ഞാൽ ആളെ കിട്ടാത്തൊരു മോഡലും കൂടെയാണ്. ആളെ കിട്ടുമ്പോൾ അത്യാവശ്യം പ്രൈസ് വരും. ഇത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ആരെങ്കിലും തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ 1,90,000 രൂപ. പിന്നെ നമുക്ക് ചെറിയ എക്സ്ചേഞ്ച് ഒക്കെ വരുന്ന വണ്ടികളുണ്ട്. ഹോണ്ട ജാസ് പെട്രോൾ ഉണ്ട്, മാരുതി റിഡ്സ് ഉണ്ട്. അപ്പോൾ ചെറുവണ്ടികൾ ഇപ്പോൾ നമ്മൾക്ക് സ്റ്റോക്ക് കമ്മിയാണ്. ഇതൊക്കെ പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് വരുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ്. ഈ റിഡ്സ് നമുക്കൊരു ഓഫറിൽ കൊടുക്കാം. 2010 വരുന്ന ഡീസൽ എഞ്ചിൻ വരുന്ന റിഡ്സ് VDI ഒന്ന് ടച്ച് പോളിഷ് ചെയ്യാണ്ട്, ഒന്ന് ചൊറുക്കൂട്ടാണ്ട്, പക്ഷേ എഞ്ചിനൊക്കെ ഫുള്ളാണ്. ഇതൊരു ഓഫറാക്കി തരാം. കാരണം 2 ലക്ഷം റുപ്യ മാർക്കറ്റ് ഉണ്ട് വണ്ടിക്ക്. 1,75,000 രൂപക്ക് വണ്ടി തരാം. നിങ്ങൾക്കൊരു 10-15,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി അടിപൊളിയാക്കാം. ടച്ച് ചെയ്ത് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് ഒന്ന് പിന്നെ സസ്പെൻഷൻ്റെ ബുഷാളൊക്കെ മാറ്റിയാൽ അടിപൊളിയായി. ഈ 2 ലക്ഷം രൂപ വരെ മാർക്കറ്റിലെ വണ്ടിയാണ്. അത് നമ്മൾ നിങ്ങൾക്ക് 1,75,000 റുപ്യക്ക് തരാം. ഇത് നമ്മളൊരു സഫാരി കാർസിൻ്റെ ഒരു ഇതിക്ക് വൃത്തിയിൽ നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. ഇനി വരുന്ന കസ്റ്റമർക്ക് നിങ്ങൾ 1,45 എടുത്തിട്ട് നിങ്ങൾക്ക് പെയിൻറ്റ് ടച്ചപ്പും പോളിഷൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്ഥാപനമുണ്ട്, നമ്മൾ ഏൽപ്പിച്ച് തരും, നിങ്ങൾക്ക് അവിടെ ചെയ്യുകയും ചെയ്യാം. അതേപോലെ നിങ്ങളെ കാണിക്കാതെ ഇത് വേമ്പ 2017 മോഡൽ വാഗനർ. ഇത് ഏകദേശം ഒരു കസ്റ്റമർ റെഡി ആയതുകൊണ്ടാണ് ഡീറ്റെയിൽ പറയാത്തത്. അടുത്തത് കാണിക്കുന്നത് 2017 മോഡൽ ZDI പ്ലസ് ഷിഫ്റ്റ് ഡിസയർ ZDI ആട്ടോ. ഡീസലാണ്, സിംഗിൾ ഓൺഷിപ്പ്. പ്രൈസ് പറഞ്ഞു 6,70,000. ആ വില വരുന്നത് ZDI പ്ലസ് ആയതുകൊണ്ടാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, സിംഗിൾ ഓണർ ആണ്. അടുത്ത ഇന്നോവകളാണ് കാണിക്കുന്നത്. വളരെ കമ്മിയാണ്, പേടിയാണ് നമുക്ക്, വളരെ കമ്മിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടിയുള്ളൂ. ആകെ 3-4 വണ്ടി നമുക്ക് സ്റ്റോക്ക് ഉള്ളത്. ഇത് 2014 മോഡലാണ്, G4 ആണ്. ഇത് 2009 മോഡല് V ആണ്. പക്ഷെ 9 കണ്ട് കാര്യമില്ല, 2015 വണ്ടി ഇതിന് മുന്നിൽ മാറി നിൽക്കും. അത്രയും ഫിറ്റിങ്സ് ഇല്ലേ, അത്രയും ക്വാളിറ്റി ഇല്ലേ, ഫുള്ള് പിന്നെ Type 4ക്ക് കൺവേർട്ട് ചെയ്ത പുതിയ സീറ്റ് കവറും സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് വർക്ക് എടുത്ത വണ്ടിയാണ്. നമ്മൾ തന്നെ ചെയ്ത് എടുത്ത വണ്ടിയാണ്. ഇത് കേരള രജിസ്ട്രേഷൻ ചെയ്ത് ലൈഫ് ടാക്സ് അടച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ വണ്ടി. ഇതിൻ്റെ പ്രൈസ് 5 വർഷത്തിന് പുതിയ റിന്യൂവൽ. അത് റിന്യൂവൽ ഡിസംബറിലാണ് വരുന്നത്. 5 വർഷത്തിന് പുതിയ പേപ്പർ എടുത്തിട്ട് 6,20,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഒരു 10,75,000 റുപ്യ വണ്ടിൻ്റെ വിലയിൽ കൂടുതലാണെന്ന് തന്നെ പറഞ്ഞിട്ടാണ് വാങ്ങുന്നത്. താല്പര്യമുള്ള ആൾക്കാർ വാങ്ങിയാൽ മതി. ആ 75,000 കൂടുതലില്ലിനെ ഒരു 3 ലക്ഷം റുപ്യേൻ്റെ എക്സ്ട്രാ സംഭവം വണ്ടി
പെയിൻ്റ് ആണെങ്കിലും ടയർ ആണെങ്കിലും പിന്നെ സീറ്റ് കവർ ആണെങ്കിലും ഇനി 5 വർഷത്തെ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും എടുക്കണം. ഇപ്പം നിലവിൽ നോക്കുമ്പോൾ ഒരു 10-25 റുപ്യ കൂടുതലുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ കാണിക്കുന്നത് ലോ കിലോമീറ്റർ പറഞ്ഞാൽ ലോ കിലോമീറ്റർ ആണ്. 90,000 കിലോമീറ്റർ ജെന്യൂനായിട്ട് ഓടിയ ഇപ്പോൾ അതർ സ്റ്റേറ്റിൽ നിന്ന് വന്ന് നിൽക്കണ അതേ നിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. കൈകിട്ടോ 12 മോഡലാണ്. കൈകിട്ടോ തുടച്ചിട്ടോ പോളിഷ് ചെയ്തിട്ടോ ഒന്നുമില്ല. വി ആണ്. ഇപ്പോൾ കഴിഞ്ഞ മുന്നേ ഒരു ലോ കിലോമീറ്റർ വണ്ടി നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഒരുപാട് ആൾക്കാരാണ് വിളിച്ചത്. ആ ആൾക്കാർക്കൊക്കെ പറ്റിയ മോഡലാണ്. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള ടച്ചപ്പേ വണ്ടിയിലുള്ളൂ. നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ജെന്യൂനാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് 7,50,000 രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് പ്രൈസ് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളെ പേരിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം വാഹനങ്ങൾ ഇപ്പോൾ നിലവിൽ ഇവിടെ എല്ലാ വാഹനങ്ങളും നിങ്ങളെ കാണിച്ചു. ഇനി നമുക്ക് 2014 Audi A4, 2014 BMW X5, അതേപോലെ 2015 ഇന്നോവ, ക്യാമറി ഹൈബ്രിഡ്, അങ്ങനെ ഒരു 8-10 വാഹനങ്ങൾ നമുക്ക് പുറത്ത് സ്റ്റോക്കിലുണ്ട്. ഈ ക്ലാസ് ഈ ഷേപ്പിൽ തന്നെ വേറെ വണ്ടികളുണ്ട്. അതൊക്കെ തുടർന്ന് വരുന്ന വീഡിയോസിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ കാണിച്ച വാഹനങ്ങളിൽ ഏതെങ്കിലും വാഹനത്തിൻ്റെ സിംഗിൾ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ആ റിവ്യൂമായി നിങ്ങളെ മുന്നിലെത്തിക്കും. കൂടുതൽ ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കുമായി നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കൊടുത്ത നമ്പറിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് പെട്ടെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീപ്ലൈയും വാട്സപ്പിൽ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരുന്നതാണ്. ഇനി അധികം വൈകാതെ നമ്മുടെ സഫാരി കാർസിൻ്റെ ഒരു ആപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ആപ്പിൾ സ്റ്റോറിലും ആൻഡ്രോയിഡിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് അപ്ഡേഷൻസൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഈ വീഡിയോ കണ്ട ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. സൗണ്ട് പോയി.